പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഈശോയെ കാണാതെ പോയ കഥ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ആ കഥ കേട്ടാലോ? ഇസ്രയേൽ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പെസഹ തിരുനാൾ. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കടന്നുപോകൽ എന്നാണ് ആ വാക്കിനർത്ഥം. ഈ തിരുനാൾ ഇസ്രയേൽ സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ ആഘോഷിക്കുമായിരുന്നു. അത് അവരുടെ ഏറ്റവും വലിയ ഒരു തിരുനാളാണ്. ഈശോ 12-ാം വയസ്സിൽ തന്റെ പഠനമെല്ലാം അവസാനിച്ചതിന് ശേഷം മാതാവിനോടും യൗസേപ്പ് പിതാവിനോടുമൊപ്പം ഈശോ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിനായി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഒരു പ്രദേശത്തുള്ള എല്ലാവരും ഒരുമിച്ചാണ് യാത്ര പുറപ്പെടുന്നത്. കാൽനടയായിട്ടായിരിക്കും യാത്ര. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ജെറുസലേം ദേവാലയത്തിലെത്തി. ജെറുസലേം ദേവാലയത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി പെസഹ തിരുനാൾ ആഘോഷിച്ചു. പെസഹ തിരുനാൾ ആഘോഷിച്ചതിന് ശേഷം ഇവരെല്ലാവരും തിരിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് പോന്നു. എന്നാൽ മാതാവിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെയും കൂടെ ഉണ്ണീശോ ഉണ്ടായിരുന്നില്ല. ഉണ്ണീശോ മറ്റുള്ള ആളുകളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാതാവും യൗസേപ്പ് പിതാവും കരുതി. എന്നാൽ മാതാവിനൊരു സംശയമുണ്ടായിരുന്നു. എന്താണ് ആ സംശയമെന്നറിയാമോ? തൻ്റെ മകൻ ഇപ്പോഴും ജെറുസലേം ദേവാലയത്തിലായിരിക്കുമോ എന്ന് മാതാവ് സംശയിച്ചിരുന്നു. നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് തിരിയുന്ന വഴി എത്തിയപ്പോൾ യൗസേപ്പും മാതാവും ഉണ്ണീശോയെ അന്വേഷിച്ചു. അപ്പോൾ തങ്ങളുടെ കൂടെ ഒന്നും ഉണ്ണീശോ ഉണ്ടായിരുന്നില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇരുവരും ഉണ്ണീശോയെ തിരക്കി ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വഴിയിൽ കാണുന്ന എല്ലാവരോടും ഉണ്ണീശോയെ കണ്ടുവോ എന്ന് അവർ തിരക്കിയിരുന്നു. പക്ഷെ ആരും തന്നെ ഉണ്ണീശോയെ കണ്ടിരുന്നില്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് വീണ്ടും ജെറുസലേം ദേവാലയത്തിലെത്തി. ജെറുസലേം ദേവാലയത്തിലെത്തി അവർ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ചയെന്നറിയാമോ? ഉണ്ണീശോ ദേവാലയത്തിനുള്ളിലെ വേദപുസ്തകങ്ങൾ എടുത്ത് അവിടുത്തെ പുരോഹിതന്മാരോടും പ്രധാന ആചാര്യന്മാരോടെല്ലാം വാദിക്കുകയും തർക്കിക്കുകയും വേദപുസ്തകങ്ങൾ ആശയവിനിമയം നടത്തുകയുമായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് യൗസേപ്പ് മാതാവും ഇത് തങ്ങളുടെ മകൻ തന്നെയെന്നു അവർ സംശയിച്ചു. അപ്പോഴാണ് മാതാവ് ഒരു കാര്യം ഓർത്തത്. തൻ്റെ മകൻ ദൈവപുത്രനാണ്. അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ മാത്രം പ്രായമെത്തിയിരിക്കുന്നു. ഉണ്ണീശോയെ കണ്ടെത്തിയ മാതാവ് ഉടനെ തന്നെ ഉണ്ണീശോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മകനെ, നീ എവിടെയായിരുന്നു? നിന്നെ തപ്പി ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചുവെന്നറിയാമോ? അപ്പോൾ ഉണ്ണീശോ മാതാവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഈ മറുപടിക്ക് മാതാവ് ഒന്നും മറുപടി പറഞ്ഞില്ല. ഉടനെ തന്നെ ഉണ്ണീശോ വേദപുസ്തകങ്ങൾ എടുത്ത് മടക്കി വെച്ച് പുരോഹിതന്മാരോടും ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് യൗസേപ്പ് പിതാവിനോടും മാതാവിനോടും കൂടെ നസ്രത്തിലേക്ക് യാത്ര തിരിച്ചു. അവർ അങ്ങനെ നസ്രത്തിലെത്തി 30 വയസ്സ് വരെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രതിയിൽ മാതാവിനോടും യൗസേപ്പ് പിതാവിനോടുമൊപ്പം ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലേ. നമ്മളെ കാണാതെ പോകുമ്പോഴും ഈശോയും മാതാവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ പാപത്തിൽ നിന്നും തിരിച്ചു വരണമെന്ന് മാത്രം. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമുക്കൊരു പുതിയ കഥയുമായി കാണാം. കൂട്ടുകാരെ, ഇന്നത്തെ കാട്ടിലെ കൂട്ടുകാരുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല മെസ്സേജ് ഉള്ള കഥയായിരുന്നല്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കാരുണ്യം വർഷിക്കും. ലൂക്ക 1:50. കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഏറ്റവും നമ്മൾ ഏത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ?
ഹായ് കുട്ടിക്കരെ, നമുക്കിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെയിന്റിങ് പഠിച്ചാലോ? ഫിംഗർ പെയിന്റിങ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ഫിംഗർ പെയിന്റ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഫിംഗർ പെയിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ കളർ, വാട്ടർ, പെയിന്റ് ബ്രഷ്, പെൻസിൽ, മാർക്കർ, വൈറ്റ് പേപ്പർ. ഇത്രയുമാണ് ഫിംഗർ പെയിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് ഗ്രീൻ പെയിന്റും കൊണ്ട് വരയിടാം. ഇനി നമുക്ക് ഇതിൽ ഫിംഗർ കൊണ്ട് ഇലയുണ്ടാക്കാം. നമുക്ക് ഈ ചെടികളുടെ ഇടയിൽ മീനെ കൊടുത്താലോ? ഇനി നമുക്ക് ഇതിൽ തവളേനെ കൊടുക്കാം. നമുക്ക് ഇതിൽ ഫ്ലവർ വെക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിൽ വാട്ടറിന്റെ വേവ് കൊടുക്കാം. നമുക്ക് ഈ പെയിന്റ് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് മീനിനും തവളയ്ക്കും കണ്ണു കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഫിംഗർ പെയിന്റിങ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, എക്സ് പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെ നമുക്ക് വിഷ് ചെയ്താലോ? ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ജന്മദിന ആശംസകൾ. കൂട്ടുകാരെ, നമ്മളെ കാണാൻ വേണ്ടി ഒരു കുഞ്ഞു കുസൃതിക്കുടുക്ക് കാത്തിരിക്കുന്നുണ്ട്. അതാരാന്നറിയാവോ? നമ്മുടെ സ്വന്തം അന്നമോള്. നമുക്ക് അന്നമോളുടെ വിശേഷങ്ങൾ ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ? ഹായ് അന്നമോളെ. ഹായ് മലാക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മലാക്കേ. അതൊക്കെ പോട്ടെ, ഇന്ന് എന്ത് സംശയം ചോദിക്കാനാ അന്നമോള് ഈ കാവൽമാലാക്കയുടെ അടുത്തേക്ക് ഓടി വന്നത്? അതൊരു ചെറിയ സംശയം ചോദിക്കാനാ മലാക്കേ. ആഹാ, അതെന്താ അന്നമോളെ? വേഗം പറയാ, ഈ കാവൽമാലാക്ക കേൾക്കട്ടെ. നമുക്ക് രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയകൾ ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ അന്നമോളെ. ആരാ മലാക്കേ ഈ ബാക്ടീരിയകളെ ആദ്യം കണ്ടുപിടിച്ചത്? അത് പറയും മുമ്പ് ഈ മാലാക ഒന്ന് ചോദിക്കട്ടെ അന്നമോളോട്. എന്താണ് ബാക്ടീരിയ എന്ന് അന്നമോൾക്ക് അറിയാമോ? ഇല്ലല്ലോ മലാക്കേ. പ്രോകാരിയോടുകളായ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയകൾ.
പ്രോട്ടിസ്റ്റ എന്ന ഫൈലത്തിലാണ് അവയെ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന്റണി വാൻ ലുവൻഹോക്ക് എന്ന നെതർലൻഡുകാരനായ വ്യാപാരിയാണ് ആദ്യമായി ബാക്ടീരിയയെ കണ്ടെത്തിയത്. വസ്ത്ര വ്യാപാരിയായിരുന്നെങ്കിലും അദ്ദേഹം സൂക്ഷ്മദർശിനികൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അന്നമോളെ. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആന്റണി വാൻ ലുവൻഹോക്ക് ഒരു ബാക്ടീരിയയെ കണ്ടെത്തിയത്. 1676 കേട്ടോ അന്നമോളെ അത്. ആട്ടെ, ബാക്ടീരിയയുടെ വലിപ്പം എത്രയാണെന്ന് അന്നമോൾക്ക് അറിയണ്ടേ? വേണം മാലാഖേ. 0.5 മൈക്രോൺ മുതൽ 15 മൈക്രോൺ വരെയാണ് ഒരു ബാക്ടീരിയയുടെ വലിപ്പം. മൈക്രോൺ അഥവാ മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ മില്ലിമീറ്ററിന്റെ 1000ൽ 1 ഭാഗമാ അന്നമോളെ. ഇനി ബാക്ടീരിയകൾ തന്നെ പല ആകൃതിയിലുണ്ട്. അതേതൊക്കെയാ മാലാഖേ? ഉരുണ്ട ആകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് കോക്കസ്. ഒരു ദണ്ടിന്റെ അല്ലെങ്കിൽ വടിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ബാസിലസ്. വക്രാകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞ് ഉള്ള ബാക്ടീരിയയാണ് സ്പൈറൽ. എന്തോരം തരത്തിലുള്ള ബാക്ടീരിയകളുള്ളത്? അതേ അന്നമോളെ. എങ്കിൽ എൻ്റെ അന്നമോൾ വേഗം വീട്ടിലോട്ട് പോയിക്കോട്ടോ, അല്ലെങ്കിൽ ചിലപ്പം മമ്മി വിളിക്കും. ശരി മാലാഖേ. ബൈ അന്നമോളെ. ബൈ മാലാഖേ. കൂട്ടുകാരെ, അന്നമോൾക്ക് എന്തോരം സംശയങ്ങളാലേ. പക്ഷെ അന്നമോളുടെ സംശയം കാരണം കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടല്ലേ. എങ്കിൽ ടെസ, ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ആരും ഇഷ്ടപ്പെടാത്ത പണം. ആരും ഇഷ്ടപ്പെടാത്ത പണോ? ഡ്യൂപ്ലിക്കേറ്റ് പണമാണോ? എനിക്കറിയില്ല, ഒരു ക്ലൂ തരാവോ? അതിന് പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല. എനിക്ക് എന്റെ ആൻസർ അറിയില്ല. അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ? അതിന്റെ ഉത്തരം ആരോപണമാണ്. ആരോപണം. ഓക്കെ, ഇത് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അടുക്കളയിൽ കാണുന്ന രോഗം. അടുക്കളയിൽ രോഗമുണ്ടോ? അതെന്താ രോഗമാ? മധുരമുള്ള ഒരു രോഗമാ. എനിക്കറിയത്തില്ല. ഷുഗർ. ഓ, ഷുഗർ. എങ്കിൽ കൂട്ടുകാരി, അടുത്ത സെഗ്മെന്റ് എന്താ നോക്കിയാലോ? നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും
നോക്കിയാലോ? ഹായ് കൂട്ടുകാരി, എൻ്റെ പേര് അലാന അരുൺ. നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? ശരി, കഥയുടെ പേരാണ് കുറുക്കനും കൊക്കും. പണ്ട് പണ്ട് ഒരു കാട്ടില് ഒരു കുറുക്കനുണ്ടായിരുന്നു. മറ്റു മൃഗങ്ങളെയൊക്കെ സന്ദർശിച്ച് അവരെത്തുമ്പോൾ എന്തെങ്കിലും വിരുത് കാട്ടി അവരെ കളിയാക്കി വിടുന്നതായിരുന്നു അവന്റെ വിനോദം. ഒരു ദിവസം അവൻ ഒരു കൊക്കിനെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു. കൊക്കിന് ഈ കുറുക്കന്റെ നീച സ്വഭാവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. കൊക്ക് ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് കുറുക്കന്റെ വീട്ടിലെത്തി. കൊക്കെത്തിയപ്പോൾ കുറുക്കൻ പറഞ്ഞു, സ്വാഗതം സുഹൃത്തെ, സ്വാഗതം. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? 2 പരന്ന പാത്രങ്ങളിൽ ചൂട് കഞ്ഞി വിളമ്പി കുറുക്കൻ. എന്നിട്ട് പറഞ്ഞു, എന്ത് വിശപ്പ്. എന്നിട്ട് നക്കി നക്കി കഞ്ഞി കുടിക്കാൻ തുടങ്ങി. പക്ഷെ പാവം കൊക്കിന് കഞ്ഞി കുടിക്കാൻ പോലും പറ്റിയില്ല. ആ കൊക്ക് വിചാരിച്ചു, ഈ കുറുക്കന് ഒരു പാഠം പഠിപ്പിക്കണം. താങ്കളുടെ മഹാമനസ്കത എന്റെ മനം കുളിർപ്പിക്കുന്നു. നാളെ തീർച്ചയായും എന്റെ വീട്ടിൽ അത്താഴത്തിന് വരുമല്ലോ. ഇങ്ങനെ പറഞ്ഞു കൊക്ക് നടന്ന് പോയി. കുറുക്കൻ വിചാരിച്ചു, എനിക്ക് രസിക്കാൻ ഇതാ വേറൊരു അവസരം കൂടി കിട്ടിയിരിക്കുന്നു. അടുത്ത ദിവസം അത്താഴ സമയത്ത് കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. എന്തെങ്കിലും ഒരു ഒത്ത കിട്ടുമെന്ന് കാത്തിരുന്ന കുറുക്കൻ 2 ഇടുങ്ങിയ കഴുത്തുള്ള ജാറുകളിൽ കഞ്ഞി വിളമ്പിയത് കണ്ടിട്ട് വിളറിപ്പോയി. കഞ്ഞി മതിവരുവോളം കുടിച്ചു തീർത്ത കൊക്ക് പറഞ്ഞു, ചങ്ങാതി, മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ടാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്? സുഹൃത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാനാകില്ല. ഈ കഥയുടെ ഗുണപാഠം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരി? നമ്മൾ കൊടുക്കുന്നതേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിയരങ്ങ് ഇഷ്ടമായോ? എങ്കിൽ കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റ് എന്താ നോക്കിയാലോ? എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ച ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കിതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ടുകൾ പാടാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. Till then, bye.